വി ലവ് സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ ഈ ഗാനം മറക്കുമോ എന്ന സെഗ്മെന്റിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സിദ്ദിഖ് ലാൽ സിനിമയെക്കുറിച്ചും അതിൻ്റെ പിന്നാമ്പുറ കഥകളുമാണ്. സിദ്ദിഖ് ലാലിൻ്റെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ അത് മലയാള പ്രേക്ഷകർക്ക് ഒരു ആഘോഷമാണ്. കാരണം വളരെ രസകരമായ സംഭവങ്ങൾ, കോമഡി രൂപത്തിൽ ട്രാജഡിയെ അവതരിപ്പിച്ച് വളരെ സരസമായി പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ഒരു നോവുണ്ടാക്കി പ്രേക്ഷകനെ വിസ്മയിക്കുന്ന തരത്തിലുള്ള കഥകളായിരുന്നു അവരുടെ മിക്ക സിനിമകളും. കൂടാതെ ഒരുപാട് പുതുമുഖ താരങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കാനും സിദ്ദിഖ് ലാലിന് കഴിഞ്ഞിട്ടുണ്ട്. സായികുമാറും ഋഷഭാവയ്ക്ക് ഉദാഹരണം മാത്രം. എന്നാൽ ഇവരുടെ ഈ ഹിറ്റ് ചിത്രങ്ങൾ 100, 200, 300, 365 ദിവസമൊക്കെ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുമ്പോഴും നമുക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇൻഹരിഹർ നഗർ ആയിരുന്നാലും, ഗോഡ് ഫാദർ ആയിരുന്നാലും, രാംജി റാവു സ്പീക്കിംഗ് ആയിരുന്നാലും ഈ സിനിമകളിലെല്ലാം കണ്ണ് നനയിപ്പിക്കുന്ന ഒരുപടി ഗാനങ്ങളുമുണ്ട്. ഒപ്പം കോമഡി ഗാനങ്ങളുമുണ്ട്. ഈ സിദ്ദിഖ് ലാലിൻ്റെ സിനിമാ ഗാനങ്ങളുടെ സംഗീത സംവിധായകൻ ആരാണ്? ആരെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് മുൻപിൽ ഇന്ന് ആദ്യകാലത്ത് സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഈ പിന്നാമ്പുറ കഥകളും ആ സംഗീത സംവിധായകനെയും കുറിച്ചൊക്കെ നിങ്ങളോടൊപ്പം സംസാരിക്കാൻ ഞങ്ങളെ സഹായിക്കാനായി സംഗീത സംവിധായകൻ ജോസ് കടവിൽ നമ്മോടൊപ്പം ചേരുന്നു. സ്വാഗതം. നമസ്കാരം. കളിക്കളം ഇത് പടക്കളം എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തത് AR റഹ്മാൻ. അന്ന് ദിലീപ് മ്യൂസിക് ഡയറക്ടർ അല്ല, അന്ന് മ്യൂസിക് ഡയറക്ടർ അല്ല, അദ്ദേഹമാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. എസ് ബാലകൃഷ്ണൻ. അദ്ദേഹം ഗുണസിംഗിന്റെ ശിഷ്യനായിട്ട്, അസിസ്റ്റന്റായിട്ട് സംഗീത ലോകത്തേക്ക് വന്ന ഒരു തമിഴ്നാട്ടുകാരനായ സംഗീത സംവിധായകനാണ് എസ് ബാലകൃഷ്ണൻ. തമിഴ്നാട്ടുകാരനാണ് പുള്ളി. അദ്ദേഹം ചെറുപ്പകാലത്ത് കർണാട്ടിക് മ്യൂസിക്കും അതുപോലെ തന്നെ പുല്ലാങ്കുഴലിലും ഒക്കെ വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മദ്രാസിൽ വരികയും പിന്നെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇംഗ്ലണ്ടിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് മ്യൂസിക്കിൽ ഗ്രേഡ് പാസ്സായിട്ടുണ്ട്. അദ്ദേഹം ഫാസിലുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനും കൂട്ടിനോ എൻ്റെ കരളിലെ പാട്ടിനോ 15 പിറന്നാളിൻ തിളക്കം പിന്നെ പതിവായി ചെറുതാകും ചെറുപ്പം നമുക്കൊന്നിച്ചാകാശത്തോണിയേറാം നിറമുള്ള നക്ഷത്രത്താലി ചാർത്താം നമുക്കൊന്നിച്ചാകാശത്തോണിയേറാം നിറമുള്ള നക്ഷത്രത്താലി ചാർത്താം കുളിരിനു കൂട്ടിനു. ഇത് MG ശ്രീകുമാറും ഉണ്ണിമേനോനും കൂടെ പാടി ഹിറ്റായ പാട്ടാണ്. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ സംഗീത ചക്രവർത്തി AR റഹ്മാൻ ശിവമണിയും കൂടെ ചേർന്ന് വർക്ക് ചെയ്തൊരു പാട്ടുണ്ട്, പടക്കളം ഇത് എന്നൊരു പാട്ടുണ്ടല്ലോ. അപ്പൊ അന്ന് AR റഹ്മാൻ അല്ല, ദിലീപ് ആണ് കീബോർഡ്. അപ്പൊ അങ്ങനെ ഒരു പ്രാധാന്യം കൂടെ ഈ പാട്ടിനുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു പാട്ടാണ്, അതിൽ 3 ഭാവമുണ്ട്. ഒന്ന് ഫസ്റ്റ് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലാണ്. 1000 കിനാക്കളായി മോഹം തരറ്റയും തരറ്റിലും തരാരീരരീരരീ. അത് കഴിഞ്ഞിട്ട് പക്ക കർണാട്ടിക്കാണ്. മുനിയുടെ ശാപം കവിതയായി അല്ലൈപ്പായുതേ കണ്ണായി ഇങ്ങനെ ഒന്ന് ചേരുന്ന ഒരു രീതിയുണ്ട്. അത് കഴിഞ്ഞ് തന്നെ പുള്ളി കൊണ്ടുവന്നിരിക്കുന്നത് ആ പാട്ടിൽ തന്നെ. പിന്നെ അതൊരു ഹിന്ദുസ്ഥാനി ശൈലിയിലാണ് അദ്ദേഹം ഈ പാട്ടിനെ
കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു അതുല്യ പ്രതിഭയാണ്. അതുപോലെ പിന്നെ ആദ്യ ചിത്രമായ രാംജി റാവു സ്പീക്കിങ്ങിലും അതുപോലെയാണ്. കണ്ണ് നനയിപ്പിക്കുന്ന ഒരു ഗാനം ഉണ്ടല്ലോ രാംജി റാവു സ്പീക്കിങ്ങിലെ. സിദ്ദിഖ് ലാലിന്റെ ആദ്യ ചിത്രമായ രാംജി റാവു സ്പീക്കിങ്ങിൽ മുകേഷിന്റെ കഥാപാത്രം തന്റെ അമ്മയെ പറ്റിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് സായികുമാറിന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് മുകേഷിനോട്, അത് നിന്റെ അമ്മ തന്നെയാണോടാ പട്ടി എന്ന്. അത് കഴിഞ്ഞിട്ട് രാത്രി ഇവർ മദ്യപിച്ചിട്ട് പാടുന്ന ഹൃദയഭേദകമായ ഒരു പാട്ടുണ്ട്. അതിന്റെ പല്ലവിയും അനുപല്ലവിയും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. ആ പാട്ട് നമുക്ക് ജോസിലൂടെ ഒന്ന് കേൾക്കാം. സ്വർഗമന്ദിരം പണിഞ്ഞു സ്വർഗഭൂമിയിൽ കാലമെന്റെ കൈകളിൽ വിലങ്ങിടുമ്പോഴും കൊച്ചു കൊച്ചു മോഹം മച്ചകത്തിലും എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു കവാലി ശൈലിയാണ്. തപ്പുതാളം താരരീര തന്താരീരാര. ഇത് ഒരു കവാലി ശൈലിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കവാലി ശൈലി നമ്മുടെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ചുരുക്കം ചില ആളുകളിൽ എസ് ബാലകൃഷ്ണൻ സാറും ഉണ്ടെന്ന്. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 മണിക്കൂർ കൊണ്ട് ഒരു പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം 2 മണിക്കൂറുണ്ട്. അദ്ദേഹം ആദ്യം ഒരു പാട്ടിന് ട്യൂൺ ഇട്ടു. അത് റെക്കോർഡിംഗ് സമയത്ത് ഈ പാട്ട് വീണ്ടും തമ്മിൽ ചേരുന്നില്ല. അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് എഴുതി ചിട്ടപ്പെടുത്തിയ പാട്ടാണ്. നീർപ്പളുങ്കുകൾ ചിതറി വീഴുമേ നിമിഷസാഗരം ശാന്തമാകുമേ അകലെ അകലെ വിടയോ നോവിൻ തീരനനൻ. ഗോഡ് ഫാദറിലെ വളരെ നമ്മുടെ കണ്ണീർ നനയിക്കുന്ന ഒരു ഗാനമാണ്. കാരണം ഈ ചിത്രം ഈ പാട്ടിന്റെയും കഥയുടെയും വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമായിരുന്നു. പിന്നെ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തിലൂടെ NN പിള്ള രണ്ടാമത് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നത്. രണ്ടാമെന്ന് പറഞ്ഞാൽ ഒരു 10 വർഷമൊന്നുമല്ല, വർഷങ്ങൾ, 10-30 വർഷത്തിന് മുമ്പ് കാബാലിക എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും മലയാള സിനിമയിലേക്ക് സിദ്ദിഖ് ലാലിന്റെ ഈ ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വന്നു. അങ്ങനെ ഒരുപാട് സിനിമ 400-ലധികം ദിവസം ഒരേ തിയേറ്ററുകളിൽ കളിച്ച് അങ്ങനെ റെക്കോർഡിട്ട ചിത്രം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഈ ചിത്രങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത് സിദ്ദിഖ് ലാൽ ചിത്രങ്ങളിലെല്ലാം പിന്നെ പാട്ടുകൾക്കുള്ള പ്രാധാന്യമുള്ളതാണ്. അത് വ്യത്യസ്തമായ പാട്ടുകൾ. അപ്പൊ ഈ എസ് ബാലകൃഷ്ണൻ അഞ്ഞൂറാൻ കേന്ദ്ര കഥാപാത്രത്തെ വെച്ച് ഗോഡ് ഫാദറിൽ സംഗീതം ചെയ്തതുപോലെ തന്നെ മറ്റേതെങ്കിലും സംവിധായകരുടെ ചിത്രങ്ങൾക്ക് സംവിധാനം നിർവഹിച്ചാൽ താങ്കൾക്ക് ഓർക്കാൻ കഴിയും? മക്കൾ മഹാത്മ്യം, കിളിക്കാൻ പറ്റിയ ഗൃഹപ്രവേശം, പിന്നെ യേശുദാസിനെ കൊണ്ട് വിയറ്റ്നാം കോളനിയിലെ മനോഹരമായ പാട്ടുണ്ടല്ലോ, പവനരച്ചെഴുതുന്ന കോലങ്ങളൊന്നും കിഴക്കിനി കോലായി അരുണോദയം, ആ പാട്ട്. അപ്പോ അത്തരത്തിൽ വളരെയധികം കോൺട്രിബ്യൂഷൻ, ഒരു മലയാളി ആണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അദ്ദേഹം മലയാളികളുടെ ഹൃദയത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സംഗീതം കൊണ്ട് ജീവിക്കുന്ന ഒരു കുറച്ചു കാലത്തിന് ശേഷം പിന്നെ അദ്ദേഹം നീണ്ട ഇടവേളെടുത്തത്. പിന്നെ അദ്ദേഹത്തിന് പിന്നെ ചുരുക്കം ചില പാട്ടുകൾ ഒരു 10ഓളം ചിത്രങ്ങൾക്ക് ചെയ്തെങ്കിലും അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് അവസരങ്ങൾ പാട്ട് വിട്ടിട്ട് പിന്നെ പുള്ളിക്ക് പിന്നെ അവസരങ്ങൾ കുറഞ്ഞു വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ പുതിയ സംഗീത സഭ SP വെങ്കടേഷിന്റെ ഒക്കെ ഒരു കാലഘട്ടമാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പൊ അത്തരത്തിലൊരു മഹാപ്രതിഭയായിരുന്നു എസ് ബാലകൃഷ്ണൻ സാറ്. അദ്ദേഹത്തിന്റെ ദീപ്ത സ്മരണ ഇന്നും നമ്മുടെ മുന്നിൽ അണയാതെ നിൽക്കട്ടെ. ഒരുപാട് ഇമ്പമേറിയ ഗാനങ്ങളും കണ്ണു നനയിപ്പിക്കുന്ന ഗാനങ്ങളും നമുക്ക് സമ്മാനിച്ച് അഭർവാളികളുടെ ലോകത്ത് നിന്ന് അനശ്വരതയിലേക്ക് നടന്നകന്ന ഈ മഹാപ്രതിഭകൾ അവർ ചെയ്തു വെച്ച പാട്ടിലൂടെ എന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.